മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൊട്ടാരത്തിൽ അലീനയും പൗലോസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്റ്റാൻലിക്ക് അതിലൊരു പരിഹാരവും കാണാൻ പറ്റുന്നില്ല. മകളെ അധികം ശാസിക്കാനോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അലീനയാണെങ്കിൽ ന്യായത്തിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റാൻലി വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കുകയാണ്. പൗലോസ് ആണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ഈ അവസരം മുതലാക്കണം, മകളെയും അച്ഛനെയും തമ്മിലൊന്ന് തെറ്റിക്കണം, അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നെ പുറത്താക്കുന്ന പണിയായിരിക്കും അവൾ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചിട്ട് അലീനയ്ക്ക് മുട്ടൻ പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അതിൽ തന്നെ കയറി കളിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അലീന കുളിച്ചൊക്കെ റെഡി ആയതിനു ശേഷം തൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കിയിട്ട് അത് ആറിയിടാനായിട്ട് മുകളിലോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പൗലോസ് അലീനയുടെ മുറിയിൽ കയറി പറ്റിയിട്ട് അവിടുന്ന് അലീനയുടെ കുറച്ച് ഡ്രസ്സ് അടിച്ചു മാറ്റുകയാണ്. കൂടാതെ നമ്മുടെ അലീന മുടി ചീകി വെച്ച അലീനയുടെ ആ ഒരു ചീർപ്പും എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ആദ്യം പൗലോസ് ചെല്ലുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ പ്രധാനപ്പെട്ട ഇരിപ്പിടത്തിലേക്കാണ്. എന്നിട്ട് അവിടെ അലീനയുടെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അലക്ഷ്യമായി ഇട്ട് വയ്ക്കുകയാണ്. പിന്നീട് തൻ്റെ കയ്യിലുള്ള ചീർപ്പ് മേശപ്പുറത്ത് ചായ കുടിക്കുന്ന വളരെ വൃത്തിയും അച്ചടക്കവും പാലിക്കേണ്ട ആ ഒരു സ്ഥലത്ത് അലീനയുടെ മുടി ചീകുന്ന ചീർപ്പും കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പൗലോസ് അവിടെ നിന്ന് പതുക്കെ പോവുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻലി പുറത്തു പോയിട്ട് തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് തൻ്റെ ക്ഷീണം മാറ്റാനായി താനിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വരുന്ന സമയത്താണ് അവിടെ അലീനയുടെ ഡ്രസ്സുകൾ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് ദേഷ്യം വരികയാണ്. ഇവളെന്താ എന്നെ ചൊടിപ്പിക്കാനാണോ, എന്നോടുള്ള വാശി തീർക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളുടെ ഡ്രസ്സാണല്ലോ ഈ കിടക്കുന്നത്, ഇത് ഇങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ പാടില്ല, ഇവിടെ ഒരു ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് അവൾക്കറിയില്ലേ? ഇന്ന് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, പിന്നെ പെട്ടെന്ന് എന്താ എന്നോടുള്ള വാശി തീർക്കുകയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് പോട്ടെ, അവളോട് കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്ന സമയത്താണ് താൻ ഏറ്റവും കൂടുതൽ അച്ചടക്കം പാലിക്കുന്നതും വൃത്തിയും ആഗ്രഹിക്കുന്നതുമായ സ്ഥലത്ത് അലീനയുടെ ചീർപ്പ് കാണുന്നത്. കാണുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി ചിന്തിക്കുന്നുണ്ട്, ഇത് അലീനയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ചീർപ്പാണല്ലോ, ലേഡീസ് ഉപയോഗിക്കുന്നത്. ഇവളെന്തൊക്കെയായി കാണിക്കുന്നത്? അത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ, എന്തെല്ലാം അണുക്കളുണ്ടാകും. ഇത്തരം വൃത്തിയില്ലാത്ത ഒരു പെൺകുട്ടിയാണോ ഇവള്, അല്ലെങ്കിൽ എന്നോട് മത്സരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ആ അലീനയെ ദേഷ്യത്തോടു കൂടി വിളിക്കുകയാണ്. അലീന അലീന ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ആ ഒരു ശബ്ദത്തിൽ തന്നെ പപ്പ എന്താ നല്ല ചൂടിലാണല്ലോ, എന്താണാവോ ഇനി പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും പൗലോസേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അലീന താഴോട്ട് വരുന്നത്. ആ സമയത്ത് സ്റ്റാൻലി ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെന്താ, ഇത് അലീനയുടെ ചീർപ്പല്ലേ, മുടി ചീകുന്ന സാധനം മേശപ്പുറത്താണോ കൊണ്ടുവയ്ക്കേണ്ടത്, നിനക്കെന്താ ഇതൊന്നും എവിടെയാണ് വെക്കേണ്ടതൊന്നും അറിയത്തില്ല, വൃത്തിയും ചിട്ടയും ഒന്നും പഠിച്ചിട്ടില്ല, ഇത് സാമാന്യ ബോധമുള്ള ഓരോ പെൺകുട്ടികളും അവനവൻ്റെ ഷെൽഫിലും വാർഡ്രോബിലും വെക്കുന്നതല്ലേ, ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചീർപ്പെടുത്ത് വലിച്ചെറിഞ്ഞ് സ്റ്റാൻലി ചൂടാവുകയാണ്. പക്ഷെ അത് സങ്കടം അലീനയ്ക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഇവിടെ എത്തി, തൻ്റെ ചീർപ്പാണ് എങ്ങനെ എത്തിയെന്ന് പോലും അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് വീണ്ടും നിൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിലെത്തിയെന്ന് പറഞ്ഞിട്ട് അതും അലീനയുടെ മേലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇതൊന്നും പറ്റത്തില്ല, നിൻ്റെ വാശികളെല്ലാം ഞാൻ അനുസരിച്ച് നിന്നോളും, പക്ഷേ വൃത്തിയില്ലായ്മയുടെ കാര്യത്തിൽ എനിക്ക് ഒട്ടും വിട്ടുവീഴ്ചയില്ല, അത് ആർക്കായാലും ഉണ്ടാവേണ്ട കാര്യമാണല്ലോ, ഏത് ചപ്പ് ചവറിൽ നിന്ന് വന്നവർക്ക് പോലും വൃത്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, നിനക്കതൊന്നുമില്ലേ, ഇതൊന്നും ശീലിപ്പിച്ചിട്ടില്ലേ, പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വായ തോന്നിയതൊക്കെ സ്റ്റാൻലി അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് പൗലോസ്. എന്നിട്ട് പൗലോസ് ചിന്തിക്കുന്നുണ്ട്, ഏതായാലും പപ്പയും മോളും അങ്ങ് അടിച്ച് പിരിഞ്ഞോളും, ഇതെന്തായാലും വലിയൊരു പ്രശ്നം തന്നെയാകും, പെട്ടിയും കിടക്കയുമായിട്ട് പോകാനുള്ള ഇതിലേക്ക് റെഡി ആയിക്കോ അലീന എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പൗലോസ് നിൽക്കുകയാണ്. അലീനയാണെങ്കിൽ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു, താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, എല്ലാം വൃത്തിയായിട്ട് അടക്കി വെക്കുന്ന എനിക്കെങ്ങനെ ഇത് സംഭവിച്ചു, ഞാൻ എന്തായാലും വെച്ചതല്ല, ഇത് എനിക്ക് ആരോ പണി തന്നതാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അലീന.